അപ്പോൾ നമ്മുടെ ചോറ്റുപാത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചോറ്റുപാത്രം ഇങ്ങനെ ഭയങ്കര ടേസ്റ്റിയാണ്. ചെറിയ വിലയിൽ വയറ് നന്നായിട്ട് നമുക്ക് നിറയുന്ന ചോറ്റുപാത്രമാണ്. മറ്റേ എന്താണ്, എപ്പോഴും ഇങ്ങനെ നമ്മുടെ വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്ന അത്രയും നല്ല ചോറ്റുപാത്രമാണ്. ഇനി സാമ്പാറും അച്ചാറും ഒക്കെ കൂട്ടി ഞാനിങ്ങനെ തിന്നൊരു വീഡിയോ ഇടുകയാണ്. ഇന്ന് നമ്മൾ പാഴ്സൽ എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ അച്ചാറുണ്ടല്ലോ, മാങ്ങയച്ചാറും സാമ്പാറും കൂടെ നല്ല പൊളിയാണ് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. എനിക്ക് മറ്റെന്തും എനിക്കിതിനെക്കാട്ടി ഒരു ടേസ്റ്റ് തോന്നും ഈ സാമ്പാറും ഈ മാങ്ങയച്ചാറും അല്ലെങ്കിൽ നാരങ്ങയച്ചാറും കൂടെ. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഫുള്ള് ഇന്നത്തെ റെസിപ്പി ഈ വീഡിയോ എടുക്കുന്നതാണ്, പാഴ്സൽ എടുക്കുന്നതാണ് കേട്ടോ, റെസിപ്പിയല്ല. ഞാൻ വീഡിയോ അങ്ങ് എടുത്ത് വെച്ചതാണ് കേട്ടോ. ചെമ്മീൻ ചമ്മന്തിയൊക്കെ പൊതിഞ്ഞെടുക്കുകയാണ്. എന്തിനാണെന്നറിയണ്ടേ? നമ്മുടെ ചോറ്റുപാത്രത്തിന് വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ വീഡിയോ അങ്ങ് എടുത്ത് വെച്ചു. മാമിയും ചേച്ചിയും കൂടെ പാഴ്സലൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കും ഇലയിലല്ലോ പൊതിയുന്നതെന്ന്. നമുക്ക് തൽക്കാലം ഇത് നിവർത്തിയുള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇത് നിവർത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ചെമ്മീൻ ചമ്മന്തി, വിഴുക്ക് വരട്ടി, നമ്മുടെ പച്ചക്കറികളും വെണ്ടയ്ക്ക എല്ലാം കൂടെ ഇട്ടിട്ട് വിഴുക്ക് വരട്ടി. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ വിഭവങ്ങളേ ഉള്ളൂ. മാങ്ങ അച്ചാറ്, ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. ചിക്കൻ കറിയൊക്കെ ഉള്ള ദിവസം 70 രൂപയും അല്ലെങ്കിൽ 60 രൂപയുമാണ് കേട്ടോ. ചിക്കൻ കറി നല്ല കഷ്ണം മീൻ കറിയൊക്കെ ഉള്ള ദിവസം 70. അറിയാമല്ലോ സാധനങ്ങളുടെ വില. അങ്ങനെയാണ് കേട്ടോ, ചെറിയ പൈസയ്ക്ക് ചെറിയ ഊണ് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അച്ചാറെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ കൊണ്ടാട്ടം മുളകുണ്ടാവും, ചമ്മന്തിപ്പൊടി ഉണ്ടാവും. നമ്മൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ് അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. വിശദമായി പറഞ്ഞത്, നമ്മൾ പല സ്ഥലത്തും പോയി ചോറ് കഴിക്കാറുണ്ടല്ലേ, നല്ലതുപോലെ കൊടുക്കണമെന്നുള്ളതാണ്. 1-2 കറി മതി. ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തും എൻ്റെ വീട്ടിലുള്ളവരടുത്തൊക്കെ പറയുന്നത്, നമുക്ക് 1-2 കറി കൊടുത്താൽ മതി, അത് നന്നായിട്ട് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ചേച്ചി എപ്പോഴും പറയും. അപ്പം ഞാൻ ഇത്തിരി കൂടെയൊക്കെ ഈസിയാക്കി ചെയ്യാൻ പറയുമ്പോൾ അവൾ പറയും അങ്ങനെയൊന്നും പറ്റില്ല, നന്നായി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അവളുടെ അടി കൂട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ ഹോട്ടലായിരുന്നു. നമുക്ക് ഊണും അങ്ങനെ കപ്പ, പിന്നെ എല്ലാം ഉണ്ടായിരുന്നു, ബിരിയാണി എല്ലാം, ചിക്കൻ ഫ്രൈ, പൊറോട്ട, ബീഫ് ഫ്രൈ ഒക്കെ ഉള്ള ഹോട്ടലുകളായിരുന്നു. ചെറിയ പ്രായം തൊട്ടേ ഹോട്ടലുകളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അവൾ ഇതുവരെ പറയുമായിരുന്നു, ഒരു സ്ഥലത്തും ഈസി ആയിട്ട് അല്ല കാണാനുള്ള ആഹാരത്തെ എന്ന് പറയും. അപ്പം എനിക്ക് ഈസി ആയിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ കാണുന്നത്. എനിക്ക് ആസ്വദിച്ച് ചെയ്യുന്നൊരു സംഭവമാണ് പാചകം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് വെളുത്തുള്ളിയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആസ്വദിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ചെറിയ രീതിക്കാണ് നമ്മൾ പാഴ്സൽ എടുക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ ആൾക്കാർ വരും, ചില ദിവസങ്ങളിൽ ആൾക്കാർ വരത്തില്ല എന്ന രീതിയിലാണ്. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുമില്ല. ഇന്ന് ഒരുപാട് പേര് വന്നിട്ട് പോയി, 1.5 മണിക്ക് മുന്നേ തീർന്നു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിയൽ, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അവിയലുണ്ട്, വിഴുക്കുവരട്ടിയുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, മാങ്ങയച്ചാറുണ്ട്, തൈരുമുളക് അച്ചാറുണ്ട്. ഇന്ന് അച്ചാറായിരുന്നു കേട്ടോ. ചോറ്, പിന്നെ ഒരു സ്പെഷ്യൽ രസം, തമിഴ്നാട് രസം എന്നൊക്കെ പറയാം കേട്ടോ. തമിഴ്നാട് രസമാണിത് കേട്ടോ. ഒരു മല്ലിയിലേക്ക് ഇട്ട് വെച്ച പരിപ്പൊക്കെ ഇട്ട് വെച്ച തമിഴ്നാട് രസമാണ്. പിന്നെ നമ്മുടെ അവിയലൊക്കെ പച്ചക്കറികളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഉച്ചയൂണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മേടിച്ചുകൊണ്ട് പോകും ആൾക്കാർ വന്ന്, അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യും, വെച്ചിരുന്ന് കഴിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ചോറ് പൊതിഞ്ഞ് എടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു ഉച്ചയൂണാണ് നമ്മൾ കൊടുക്കുന്നത്. അത് തർക്കമില്ലാതെ പറയാം. നമ്മുടെ കിളിമാനൂരൊരു ഹോട്ടലുണ്ട്, വഴിയോരക്കട എന്നാണ് പേര്. ചോറ് കഴിക്കണമെങ്കിൽ ഊടിന് 140 രൂപ എങ്ങാണ്ടാണ്. പക്ഷേ സത്യം പറയാമല്ലോ, നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ വെച്ച് കഴിക്കുക അത് തന്നെയാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. ചിക്കൻ കറിയാണ്, വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇന്ന് കൊടുത്തത്. അതുകൊണ്ട് ഇന്ന് 70 രൂപയായിരുന്നു. നമുക്ക് കറിയുടെ ലഭ്യത അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാവുന്നത്. ചിക്കൻ ഇങ്ങനെ വറുത്തരച്ച് വെച്ചതാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ്. നല്ല മീൻ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ടാണ്. നാളെ മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നാളെ മീൻ കറിയാണ്. കാരണം എന്താണെന്നറിയാമോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. നമ്മളെ ഇവിടെ കുറേ ജോലി കാരണം ഒരു വക ചെയ്യാൻ പറ്റും. വീട്ടിലെ പൊതിച്ചോറിരിപ്പുണ്ട് നമ്മുടെ ബോർഡ്. ഇപ്പോൾ കുറേ പേർക്ക് സമ്മാനം അയക്കാറുണ്ട്. ഫേസ്ബുക്കിലൊരു മത്സരം, അല്ലെങ്കിൽ നമ്മളെ ഒരു ഇഷ്ടത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ച ആൾക്കാർക്ക്, പിന്നെ കൂടുതൽ ആക്റ്റീവായ എല്ലാവർക്കും നമ്മളെ പരിചയപ്പെടുത്തലിൻ്റെയൊക്കെ ഇതുണ്ടപ്പോൾ. പക്ഷേ എന്ത് ചെയ്യാൻ, നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ, ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്, നാളെയൊക്കെ അയക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വിശേഷങ്ങളേ ഇവിടെ ഉള്ളൂ.
നമ്മൾ ഇതൊക്കെ എടുക്കുന്നു. ഇവിടെ പണി, എല്ലാവർക്കും ജോലിയും ഇവിടെ പാഴ്സൽ എടുക്കുന്നു, നമുക്ക് ഒരു ഓർഡർ കൊടുക്കാനുള്ളത് എടുക്കുന്നു. അങ്ങനത്തെ പണികളൊക്കെയാണ്. നമുക്ക് ജോലിക്കാരങ്ങ് വെച്ച് അങ്ങനെ ഒരുപാട് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ 1-2 ആൾക്കാർക്ക് ഓർഡറുണ്ട്, അവർ കൂടെ എടുക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോയാണ് ചോറ്റുപാത്രം പൊതിയുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇലയിലൊന്നും അല്ല, ഇലയിലൊക്കെ പൊതിയാനുള്ള അതിനുള്ള ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. ചെറിയ ചോറ് പൊതിയാണ്. ചെറിയ ചോറ് പൊതി എന്ന് പറഞ്ഞാൽ ചെറിയ ജോലിക്കാർക്കും ചെറിയ രീതിയിൽ ഉച്ചയൂണ്, ചെറിയ കൊച്ചു ചോറ് പൊതിയെന്നല്ല, ഉച്ചയൂണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എടുക്കുന്ന, പക്ഷേ ചെറിയ പൈസയ്ക്ക് ഉള്ള ചോറ് പൊതി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും വരണം. MC റോഡ് വഴി നിലമേലിന് തിരുവനന്തപുരത്തേക്ക് MC റോഡ് വഴി പോകുന്നവർ നിർത്തണം, കയറണം, വരണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സമയമുണ്ടോ? സമയം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സമയം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമൊക്കെ. അപ്പോൾ നല്ല തിരക്കിട്ട വർക്കാണ്. തിരക്കിട്ട വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറേ നാൾ ഈ കുറച്ച് അരക്ഷിതാവസ്ഥയിലായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഇച്ചിരി ഓർഡർ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സാഹചര്യമൊക്കെ ഇനി ആയി വന്ന് എല്ലാ സംഭവം എല്ലാം സെറ്റായി വന്നു. അപ്പോൾ അതുവരെയുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കൂടുതൽ അധ്വാനം അതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പം ചോദിച്ചോ ഇത്രയാണെന്നുണ്ടെങ്കിൽ ജോലിക്കാരനെ വെച്ചോളൂ. ജോലിക്കാരനെ വെക്കാൻ വേണ്ടിയുള്ള ജോലി ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. നമുക്ക് സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ പൈസ, അതായത് നമുക്ക് പോലും എടുക്കാൻ പൈസ ഇല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ ജോലികൾ ഓർഡറുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ദൈവസഹായത്തിൽ താമസിക്കാൻ നമുക്ക് ജോലിക്കാരനെ വെക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഇതാണ്. നിലവിൽ ഓർഡറുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല, ഓടുന്നു. പക്ഷേ നമ്മളെ ഫിനാൻഷ്യൽ പ്രശ്നം തീരുന്ന രീതിയിലല്ല. അപ്പൊ എല്ലാവരും എന്നാ പിന്നെ എന്താ ജോലിക്കാരനെ വെച്ചാലും ഇതാണ് സാഹചര്യം. ജോലിക്കാരനെ വെക്കാൻ പറ്റിയ സമയം ആയിട്ടില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളും ഇങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ശമ്പളമൊന്നും ഇല്ലാതെ ജോലി ചെയ്യുന്നു. അപ്പം ആരെങ്കിലും ഒരു സ്റ്റാഫിനെ വെക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട. അമ്മച്ചിയുടെ ചോറ്റുപാത്രമാണ് ഇത്. മാങ്ങയച്ചാറ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ചോറ്, ചിക്കൻ കറിയും വേണ്ട, രസവും വേണ്ട, ഒന്നും വേണ്ട, അവിയലും വേണ്ട, പുളിശ്ശേരിയും വേണ്ട, ഒന്നും വേണ്ട. വേണ്ട ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതിലൂടെയൊക്കെ ചോറ് വീണ് കിടക്കുന്നു. ചെമ്മീൻ ചമ്മന്തിപ്പൊടിയിൽ ചോറൊക്കെ അപ്പോൾ പച്ചക്കറി അവിയലും വേണ്ട, പച്ചക്കറി അവിയലും വേണ്ടേ? മാങ്ങയച്ചാറ്, മീൻ കറി, അവിയൽ. ഇത് ദീപയുടേതാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് മതി. മീൻ കറി ഇന്നലത്തെ മീൻ കറിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ചൂരക്കറി ആണ് കേട്ടോ. ഇവിടെ ചിക്കൻ കറിയാണ്. ഓക്കെ. ഈ ആളിനും ഇത് മാമിയുടെ ചൂടിക്കൊണ്ട് കാണിക്കുമോ മീ? ഇത് മാമിയുടെ അവിയൽ. ചൂടിക്കൊണ്ട് കാണിക്കുമ്പോൾ ദൂരെ വെച്ചാൽ പിടിക്കാൻ പറ്റത്തില്ല. മാമിയുടെ അച്ചാറ്, മാമിയുടെ മീൻ കറി. ചൂടൊക്കെ ആണോ? നിങ്ങൾ ഒത്തിരി നൂന്നെന്ന് പറയട്ടെ. എങ്ങോട്ടാണ് ഞാൻ ചോദിക്കുന്നത്? കുനി ഞങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മാമി ഇതോ അകത്തോട്ടൊക്കെ പോകണം. മാമി ബിസി ബിസി ബിസി. എന്താന്ന് പറ. കഴി ചൂടില്ലേന്നല്ല, സ്റ്റൂളില്ലേന്ന് മാമിക്ക്. ചെയറില്ലേന്ന് മാമിക്ക്. ചെയർ മാമിക്ക് എപ്പോഴും തറയിരിക്കുന്നത്. അവിടെ തറയിൽ എങ്ങനെ ഇരിക്കുന്ന മാമി എണീക്കുന്ന? തറയിൽ ഒരു തിരക്ക് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇത്തോറയ്ക്കുള്ള വെച്ചേക്കുന്നത് അതൊന്നും ഇക്കാടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂട്ടുകാർ. എല്ലാവരും കഴിക്കുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇടക്കിടക്കുന്നു. അവരെല്ലാം പറക്കിയൊക്കെ വയ്ക്കും. അപ്പോൾ അവർ 2 പേരും കഴിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.